ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ പരമശിവന്റെ പത്നിയും ജഗദീശ്വരിയുമായ സാക്ഷാൽ പാർവതീദേവിയുടെ പൂർണ്ണ അവതാരമാണ് ശ്രീ വിശ്വേശ്വരീ ദേവി. ശിവന്റെ പകുതി ശരീരമാണ് ശക്തിസ്വരൂപിണിയായ പാർവതി എന്നാണ് വിശ്വാസം. ശൈവപുരാണങ്ങൾ പ്രകാരം ശരീരത്തിലെ ജീവൻ ശിവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു. മഹാക്രൂരനും ശക്തനുമായ അസുരനായിരുന്നു ദാരികൻ. ഒരുപാട് കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിശിഷ്ടമായ ഒരു വരം നേടി ദാരികൻ. ഒരു പുരുഷനാലും തന്നെ വധിക്കാൻ കഴിയരുത് എന്നായിരുന്നു ആ വരം. വരം ലഭിച്ച ദാരികൻ അതിക്രൂരനും അഹങ്കാരിയുമായി മാറി. താനാണ് സർവചരാചരങ്ങളിലും അതിശക്തനെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ദേവന്മാരെയും മഹാമുനിമാരെയും വേദനിപ്പിക്കാനും അപഹസിക്കാനും ദ്രോഹിക്കാനും തുടങ്ങി. അങ്ങനെ എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമായി മാറി ദാരികൻ. രക്ഷയില്ലാതായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു. ദേവന്മാരുടെയും മഹാമുനിമാരുടെയും രോദനം കേട്ട് ദേഷ്യം കൊണ്ട് വിറച്ച മഹാദേവൻ സ്വന്തം തൃക്കണ്ണിൽ നിന്നും പുതിയൊരു ശക്തിസ്വരൂപിണിയെ സൃഷ്ടിച്ചു. ഭീകരമൂർത്തിയായ ഭദ്രകാളീ ദേവി. അങ്ങനെ പരമശിവന്റെ ആജ്ഞാനുസരണം ദേവി ഭദ്ര ദാരികന്റെ വാസസ്ഥലമായ കാലകേയിലെത്തി. ഭദ്രകാളിയും ദാരികനുമായി പൊരിഞ്ഞ യുദ്ധം നടന്നു. 7 രാവും പകലും നീണ്ട യുദ്ധം. ആ യുദ്ധത്തിൽ ദാരികന്റെ ബലവീര്യമെല്ലാം കുറഞ്ഞുപോയി. ഭദ്രകാളി ദാരികന്റെ മുടി ചുറ്റിപ്പിടിച്ച് ചുഴറ്റി. ഇത് കണ്ട് 7 ലോകങ്ങളും വിറങ്ങലിച്ചു പോയി. ദാരികനെ വധിച്ചിട്ടും കലിയടങ്ങാത്ത ഭദ്രകാളിയെ ശാന്തസ്വരൂപിണിയാക്കുവാൻ ഭഗവാൻ മഹാദേവൻ ഭദ്രകാളിയുടെ യാത്രാവഴി മധ്യേ കിടന്നു. തന്റെ നെഞ്ചിൽ ചവിട്ടിയാൽ ഭദ്രകാളി ശാന്തരൂപിയാകുമെന്നറിയാവുന്ന പരമശിവൻ ദേവിയുടെ യാത്രയ്ക്ക് വിഘ്നമായി കിടന്നു. ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയ ഭദ്രകാളി ദേവി ഉടനെ ശാന്തരൂപിണിയായ ശ്രീ ശിവ വിശ്വേശ്വരീ ദേവിയായി അവതരിച്ചു. ആർട്ടിസ്റ്റ് പ്രമോദ് നന്ദനം അവതരിപ്പിക്കുന്ന ശ്രീ ശിവ വിശ്വേശ്വരീ ദേവി. No, this is a now.